ഞാൻ വളരെ എൻ്റെ നെഞ്ചു ഉയർത്തി പറയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ആർമിയുടെ വിജയം. ആ കാർഗിൽ യുദ്ധം 30 വയസ്സിൽ താഴെയുള്ള പട്ടാളക്കാരുടെയും JCOസിന്റെയും ഓഫീസേഴ്സിന്റെയും വിജയമാണ്. അതിന് യാതൊരു സംശയവുമില്ല. എനിക്കറിയാം, എൻ്റെ എയർക്രാഫ്റ്റ് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ലോഡ് ചെയ്തിട്ട് എന്നെ പറയും, എൻ്റെ അടുത്ത് 5 ഡെഡ് ബോഡി വരുന്നുണ്ട് കാർഗിലിൽ നിന്ന്. നിങ്ങൾക്ക് സഹിക്കാൻ പറയത്തില്ല. ഞാൻ 220ഓളം ഡെഡ് ബോഡി ചണ്ഡീഗഡിൽ ബേസിൽ ഞാൻ റിസീവ് ചെയ്ത് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് ഓരോ വ്യക്തിയുടെയും വീട്ടിലോട്ട് ഞാൻ അയച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ യുദ്ധം 30 വയസ്സിൽ താഴെയുള്ള അഭിമാനമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ അമ്മയുടെ മക്കൾ 23 24 വയസ്സാണ്. എനിക്കറിയാം, അമ്മ പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം, അവരെ ഓരോരുത്തരുടെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വലിയ റിബണും വെച്ച് ക്യാപ്പും വെച്ച് ഞാൻ അവർക്ക് സല്യൂട്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന് ക്യാപ്പും എൻ്റെ മെഡലും ഊരി വെച്ചതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി മുഖം കഴിച്ചെന്ന് കരഞ്ഞിട്ടുണ്ട്. യൂണിഫോം ഇട്ടുകൊണ്ട് കരയാൻ പറ്റില്ലല്ലോ. 537 38 ചിലർ 37 എന്ന് പറയും, 39 എന്ന് പറയും. നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. 1300 പേര് എന്നെ പോലെയും ഈ സഹോദരനെ പോലെ അപാകിതരായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതില് ഈ യുദ്ധത്തിന്റെ ക്രെഡിറ്റ് ഇന്ത്യൻ ആർമിയിലുള്ള എല്ലാ ഫോഴ്സസിനും ഉള്ളതാണ്, ഇന്ത്യൻ എയർഫോഴ്സിനും ഉള്ളതാണ്. ഇന്ത്യൻ നേവി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് കാർഗിൽ യുദ്ധത്തെ പറ്റി, 50 ദിവസത്തെ യുദ്ധത്തെ പറ്റി ഞാൻ പരിഭാഷിച്ചാൽ, രാവിലെ കൂട് വിട്ടുപോയ പക്ഷി വൈകിട്ട് കൂടുതൽ തിരിച്ചു വെത്തുന്ന പറഞ്ഞാൽ തന്നെയും കുറവാണ്. എങ്കിലും ഈ അവസരത്തിൽ അത് പറയാതിരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ ആരംഭം മെയ് 3 1999 ഒരു ഷെപ്പേർഡ് ആട്ടിടയൻ, അദ്ദേഹത്തിന്റെ ഒരു യാക്ക് പട്ടാളക്കാർക്കെല്ലാം അറിയാമായിരിക്കും, അമ്മമാർ ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും, നേരത്തെ കണ്ടിട്ടുണ്ടാകും, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാകും. യാക്ക് എന്ന് പറയുന്ന പശുവിനെ പോലിരിക്കുന്ന ഒരു മൃഗമാണ്. ഒത്തിരി രോമമൊക്കെ ഉണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിലേ അത് കാണാറുള്ളൂ. എബവ് 9000 ഫീറ്റിൽ മാത്രമേ അത് കാണാറുള്ളൂ. അത് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ വൈകിട്ട് ആട്ടിടയൻ ആടുകളെ എല്ലാം കൊണ്ട് തിരിച്ചു നോക്കുമ്പോൾ, എണ്ണി നോക്കുമ്പോൾ ഒരു ആടിനെ കണ്ടില്ലെങ്കിൽ ആ മൊത്തം ആടിനെയും വിട്ടതിന് ശേഷം കാണാതായ ആടിനെ അന്വേഷിച്ച് പോകുന്നതാണ്. വളരെ അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു യാക്കിനെ കാണുന്നു. അദ്ദേഹം അതിനെ അന്വേഷിച്ച് മലമുകളിലോട്ട് കയറിയപ്പോൾ അസാധാരണമായ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിനെ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തിക്ക് താടി വളർത്തിയവരും മറ്റു രീതിയിലുള്ള വസ്ത്രം ധരിച്ചവരും വസ്ത്രധാരണയിൽ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തിന് സംശയം തോന്നി. അടുത്ത യൂണിറ്റ് 4 ജാട്ടില് കമ്പനി കമാൻഡറിൽ വന്ന് റിപ്പോർട്ട് ചെയ്തു. അവിടെയാണ് കാർഗിൽ യുദ്ധത്തിന്റെ തുടക്കം. അത് ജൂലൈ 26 വരെ നടന്നു. ഏകദേശം 50 ദിവസങ്ങളും യുദ്ധം നടന്നു. ആ യുദ്ധത്തില് നമുക്ക് നഷ്ടമായത് 537 ജീവനെയാണ്. അതിൽ ഈ 2 അമ്മച്ചിമാരുടെയും 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ ഒരു ധീരയോദ്ധാവിന്റെ മുന്നിലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാലില്ല. ഞാനും പുള്ളിയെ പോലുള്ള ഒരു വ്യക്തിയാണ്. ഞാനും കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനിൽ വളരെ ഭയങ്കരമായി മുറിവേറ്റ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. നിങ്ങളുടെ അടുത്ത് പുറത്തുള്ളതേ കാണിക്കാൻ പറ്റുള്ളൂ, എൻ്റെ അകത്ത് മുറിവുകളെ കാണിക്കാൻ. എൻ്റെ കൈ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആൾ ശ്രദ്ധിക്കുന്നില്ലുണ്ടാവും. ഞാനും കൗണ്ടർ സർജൻസി ഓപ്പറേഷനിൽ എൻ്റെ കൈ നഷ്ടപ്പെട്ടു, എൻ്റെ വയറിൽ പോലും ഉണ്ട്. ഞാൻ 3ാമത്തെ നിലയിൽ ഞാൻ റെയ്ഡ് ചെയ്ത വീടിൻ്റെ പുറത്തുനിന്ന് എൻ്റെ ബടിയായിട്ട് ഞാൻ താഴെ വീണു. പക്ഷേ എൻ്റെ ദൗത്യം തീർന്നതിന് ശേഷമാണ് ഞാൻ താഴെ വീണു എന്നുള്ളത്. 537 38 ചിലർ 37 എന്ന് പറയും, 39 എന്ന് പറയും. നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. 1300 പേര് എന്നെ പോലെയും ഈ സഹോദരനെ പോലെ അപാകിതരായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതില് ഈ യുദ്ധത്തിന്റെ ക്രെഡിറ്റ്
ഇന്ത്യൻ ആർമിയിലുള്ള എല്ലാ ഫോഴ്സസിനും ഉള്ളതാണ്, ഇന്ത്യൻ എയർഫോഴ്സിനും ഉള്ളതാണ്. ഇന്ത്യൻ നേവി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രത്യേകത ഞങ്ങളുടെ റോൾ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ മെഡിക്കൽ സർവീസിലുള്ളവരോ സപ്ലൈയിലുള്ളവരോ RVCയിലുള്ളവരോ EMEയിലുള്ളവരോ ഒന്നും ജോലി ചെയ്തെന്നുള്ള അവരുടെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മല കയറാനും ഒക്കത്തില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാനും ഒക്കത്തില്ല. ഒരു സത്യാവസ്ഥയാണ്. യു കാൺ ഫൈറ്റ് എ വാർ ഓൺ എംപ്റ്റി സ്റ്റൊമക് എന്നാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ 539 പേര് മരണപ്പെട്ടയും 1300 പേര് അഭാഗിതരാവുകയും ചെയ്ത ഒരു യുദ്ധം എന്തുകൊണ്ടാണ് നടന്നത്, എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ളൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. അന്ന് ഞാൻ പൊളിറ്റിക്സ് സംസാരിക്കാറില്ല, ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കാറില്ല. ചില എക്സ് സർവീസ്മെൻ്റെ ഫംഗ്ഷനിൽ പാർട്ടി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോകാറില്ല. പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യത്തിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി പറ്റി 2 വാക്ക് ഈ വേദിയിൽ സംസാരിക്കാതിരിക്കുന്നത് ഉചിതമായിരിക്കുന്നതാണ്. ഫെബ്രുവരി 20-ാം തീയതി 1999 ഡൽഹിയിൽ നിന്നും ബസ് യാത്ര ചെയ്ത് പാകിസ്ഥാൻ ബോർഡർ കഴിഞ്ഞ് പാകിസ്ഥാനിൽ നവാസ് ഷരീഫ് റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വാഗതം ചെയ്തെന്ന് നമുക്ക് ഓരോർക്കും അറിയാം. ഇരിക്കുന്ന എല്ലാവരും നമ്മൾ കണ്ടു കാണും. ഞാനും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പാകാ ബോർഡർ വരെ പോകേണ്ടതുണ്ടായി പഠാൻകോട്ടിൽ നിന്ന്. അതാണ് എന്തിൻ്റെ തുടക്കമാണ് എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ പ്രധാനമന്ത്രി പറഞ്ഞത് 1947 തൊട്ട് 1999 ഫെബ്രുവരി 20-ാം തീയതി വരെ നമ്മൾ ശത്രുക്കളായിട്ടാണ് ജീവിച്ചിരുന്നത്. നവാസ് ഷരീഫിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അദ്ദേഹം വേദിയിൽ നിന്ന് പറഞ്ഞത്, ഇനിയും നമുക്ക് ശത്രുത മാറ്റി മിത്രങ്ങളായിട്ട് മുന്നോട്ട് പോകാനെന്നുള്ള ഒരു തുറന്ന മനസ്സോടുകൂടിയായിരുന്നു ആ വലിയ മനുഷ്യൻ പോയത്. പട്ടാള ജനറലായ ചീഫായിരുന്ന പാകിസ്ഥാന്റെ ഇന്ത്യ അന്ന് വിചാരിച്ചിരുന്നില്ല അദ്ദേഹം പുറകിൽ നിന്ന് കടാര കൊണ്ട് കുത്തുവന്നു. അടൽ ബിഹാരി വാജ്പേയിജിയുടെ ഒരു ഫംഗ്ഷനും ആ വ്യക്തിയുടെ ടോപ്പ് റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അറ്റൻഡ് ചെയ്തെന്നുള്ളതുള്ള ഒരു സത്യാവസ്ഥ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ന്യൂസിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ആ മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ അക്കാഡമിയിൽ 1982 ദെറാദൂണിലായിരുന്നപ്പോൾ, അന്ന് ഇന്നത്തെ പോണക്ക് ഒരു ദിവസം വീട്ടിൽ വരാനൊന്നും പറ്റത്തില്ല. ദെറാദൂണിൽ നിന്ന് ഡൽഹി വരണം, ഡൽഹിയിൽ നിന്ന് വേറെ ചിലപ്പം ചെന്നൈയിൽ ഇറങ്ങണം, മദ്രാസിൽ ഇറങ്ങണം, പിന്നെ മദ്രാസിൽ നിന്ന് ഒറ്റ ഡൽഹിയിൽ വന്ന് എന്നെ ഒരു കൂട്ടുകാരൻ ഞാനും കൂടെ ക്ലോക്ക് റൂമിൽ ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുമ്പോൾ ക്ലോക്ക് റൂമിൽ ഞങ്ങൾ ലഗേജ് വെച്ചതിന് ശേഷം കനാട്ട് പ്ലേസിൽ പോയപ്പോൾ ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരനും അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് പോകേണ്ട GT എക്സ്പ്രസ് പോയി കഴിഞ്ഞു. അത്ര മഹത്തായ ഒരു വ്യക്തിത്വമാണ്. ഞാൻ BJP-കാരനല്ല സഹോദരന്മാരെ, ഞാൻ ഒരു വ്യക്തിയെ പറ്റി മാത്രമാണ് ഞാൻ BJP-യെ പറ്റി മറ്റു രീതിയിലൊന്നും അല്ല ഞാൻ പോകുന്നത്. അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പോയത്. പാകിസ്ഥാന്റെ ജനറൽമാരും പാകിസ്ഥാനും നമ്മൾ പുറകിൽ നിന്ന് കഠാരയ്ക്ക് കുത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അദ്ദേഹം 1999 മെയ് 25-ാം തീയതി ഓർഡർ കൊടുത്തു, വി വിൽ ഗോ ഫോർ എ വാർ, യുദ്ധത്തിന്. 3-ാം തീയതി തുടങ്ങി, ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞു. ക്യാബിനറ്റ് മീറ്റിംഗ് 2025 മെയ് 25 1999 യുദ്ധം പ്രഖ്യാപിച്ച് ഓർഡർ കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഡോണ്ട് ക്രോസ് ദ LOC ക്രോസ് ചെയ്ത് ഒരു പ്രവൃത്തിയും കാണിക്കരുതെന്ന് ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യൻ എയർഫോഴ്സിനും വളരെ ധൈര്യത്തോട് പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മുടെ നാട്ടില് പട്ടാളക്കാരായ എക്സ് സർവീസ്മാനും എല്ലാ സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പറയും, കാശ്മീർ വാലിയിൽ എന്നെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ നമ്മളിന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്തു, യുദ്ധം ഇതിനൊന്നും ഒരു
ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് അവരെ അവിടുന്ന് തുരത്ത് മാറ്റുകയാണെന്നുള്ളത്. തുരന്ന് മാറ്റുക എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ ആർമിയുടെ യങ് ഓഫീസേഴ്സ്, യങ് സോൾജേഴ്സ്, യങ് ജെസിയോസ്, കാർഗിൽ യുദ്ധം എന്നുള്ളത് അവരുടേതാണ്. യങ് ഓഫീസേഴ്സ്, യങ് മെൻ ആൻഡ് യങ് ജെസിയോസ് കാട്ടാടുകളെ പോലെയാണ് ഓരോരോ മലകളിലും അവർ കയറി യുദ്ധം ചെയ്ത് ഓരോ പോസ്റ്റും തിരിച്ചെടുത്തത്. വളരെ അഭിമാനത്തോട് പറയാവുന്ന ഒരു ഇവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് വളരെ അഭിമാനത്തോട് ഞാൻ വളരെ എൻ്റെ നെഞ്ചു ഉയർത്തി പറയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ആർമിയുടെ വിജയം. കാർഗിൽ യുദ്ധം 30 വയസ്സിൽ താഴെയുള്ള പട്ടാളക്കാരുടെയും ജെസിയോസിന്റെയും ഓഫീസേഴ്സിന്റെയും വിജയമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അറിയാമെന്ന് ഞാൻ തീർച്ചയായിട്ട് പറയുന്നതിന്റെ കാരണം, എന്നേറിയയിൽ ആരെങ്കിലും അറിയുന്ന, എന്നേറിയയിൽ നിന്നുള്ള ഒരു സ്ഥലം ആരെങ്കിലും അറിയുന്നുണ്ടോ? ചണ്ഡീഗഡ് ഈ കൂട്ടത്തില് ഉണ്ട്. ഓക്കെ, ഞാൻ എന്നേറിയയിലെ സ്റ്റാഫ് ഓഫീസർ ആയിരുന്നു. എന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ സെയ്റ്റിൻ ഗ്ലേഷ്യറിൽ എയർ ഡ്രോപ്പ് പോസ്റ്റുകളിൽ എയർഫോഴ്സിൽ നിന്ന് എയർക്രാഫ്റ്റ് റിക്വസിഷൻ കൊടുത്ത് എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്ത് ഗ്ലേഷ്യറിൽ ഒറ്റപ്പെട്ട പോസ്റ്റുകളിൽ ആഹാരങ്ങളും പെട്രോളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും മെഡിസിനും ഡ്രോപ്പ് ചെയ്യിക്കുന്ന ജോലിയും, ചണ്ഡീഗഡിൽ വരുന്ന പട്ടാളക്കാരെ കാർഗിലിലെ ആ സ്ഥലങ്ങളിലേക്ക് യാത്ര അയക്കുന്നതിനും അവർക്ക് ആവശ്യമുള്ള ലോജിസ്റ്റിക് സപ്പോർട്ടും ഫ്രഷും വെജിറ്റബിളും അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന എഴുത്തുകളും ഒക്കെ അയക്കുന്ന ജോലിയായിരുന്നു. എൻ്റെ എയർക്രാഫ്റ്റ് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ലോഡ് ചെയ്തിട്ട് എന്നെ പറയും, എൻ്റെ അടുത്ത് 5 ഡെഡ് ബോഡി വരുന്നുണ്ട് കാർഗിലിൽ. നിങ്ങൾക്ക് സഹിക്കാൻ പറയത്തില്ല. ഞാൻ 220ഓളം ഡെഡ് ബോഡി ചണ്ഡീഗഡിൽ ബേസിൽ ഞാൻ റിസീവ് ചെയ്ത് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് ഓരോ വ്യക്തിയുടെയും വീട്ടിലോട്ട് ഞാൻ അയച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ യുദ്ധം 30 വയസ്സിൽ താഴെയുള്ള അഭിമാനമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ അമ്മയുടെ മക്കൾ 23 24 വയസ്സാണ്, എനിക്കറിയാം. അമ്മ പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം അവരെ ഓരോരുത്തരെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വലിയ റിബണും വെച്ച് പീക്യാപ്പും വെച്ച് ഞാൻ അവർക്ക് സല്യൂട്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന് ക്യാപ്പും എൻ്റെ മെഡലും ഊരി വെച്ചതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി മുഖം കഴിച്ചെന്ന് കരഞ്ഞിട്ടുണ്ട്. യൂണിഫോം ഇട്ടുകൊണ്ട് കരയാൻ പറ്റില്ലല്ലോ. വിദ്യാഭ്യാസമുള്ളൊരു അമ്മയൊന്നുമല്ല. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ രാജ്യത്തിന്റെ സുരക്ഷ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അധ്യാപകന്റെയോ ഹെഡ് ക്ലർക്കിന്റെയോ അതുപോലെ റെയിൽവേ ഉദ്യോഗസ്ഥന്റെയോ അങ്ങനത്തുള്ളവരുടെ മക്കളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരു കൃഷിക്കാരൻ്റെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷ. ഈ സുരക്ഷിത ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്. ഒന്നുകൂടി ഈ മുന്നിലിരിക്കുന്ന അമ്മമാരെ കണ്ട് ഞാനിതിന് വിജയാശംസകൾ പറയുന്നത് ശരിയായിരിക്കില്ല, എങ്കിലും അത് വിജയമാണ്, ഈ അമ്മയുടെ വിജയമാണ്. ഇതേപോലെയുള്ള എത്രയോ 537 അമ്മമാരും 39 അമ്മമാരുടെ വിജയമാണ്. ഈ ഇരിക്കുന്ന സഹോദരനെ പോലുള്ള 1300 പേരുടെ വിജയമാണ്. ആ വിജയം ആഘോഷിക്കണം, അവരെ ഓർക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.